ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. സ്കൂൾ കലോത്സവങ്ങളും നബിദിന പ്രോഗ്രാമുകളും ഒക്കെയാണല്ലോ വരുന്നത്. ഇത്തരം പരിപാടികളിൽ കുട്ടികൾ സ്റ്റേജിൽ പാടുമ്പോൾ മൈക്ക് എങ്ങനെ പിടിക്കണം, എന്തൊക്കെയാണ് ഒഴിവാക്കേണ്ടത് എന്ന കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. ആദ്യമായി പല കുട്ടികളും ചെയ്യുന്ന ഒരു കാര്യമാണ് മൈക്കിന്റെ മുകൾ ഭാഗം ആകെ പൊത്തിപ്പിടിക്കുന്നത്. ഇങ്ങനെ മൈക്കിന്റെ ഗ്രിൽ പൊത്തിപ്പിടിച്ചാൽ രണ്ട് പ്രശ്നങ്ങളുണ്ട്. നിങ്ങളുടെ ശബ്ദം അടഞ്ഞു പോകും, സൗണ്ടിന് തീരെ ക്വാളിറ്റി കിട്ടുകയും ചെയ്യില്ല. സ്റ്റേജ് മോണിറ്ററിൽ നിന്നും ഔട്ട് വെച്ച ബോക്സിൽ നിന്നും വലിയ വിസിലടി വരും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഹലോ ഹലോ, ഇപ്പോൾ വിസിലടി ഇല്ല. ഇനി പൊത്തി പിടിച്ചു പറയുമ്പോൾ നോക്കാം. ഹലോ ഹലോ, ഇപ്പോൾ വിസിലടിക്കുന്നുണ്ട്. അതുകൊണ്ട് മൈക്കിന്റെ ബോഡിയിൽ മാത്രം പിടിക്കുക. രണ്ടാമതായി, ശബ്ദത്തിന് അനുസരിച്ച് മൈക്ക് പിടിക്കേണ്ട രീതി. സാധാരണയായി മൈക്കും ചുണ്ടും തമ്മിൽ 2 അല്ലെങ്കിൽ 3 വിരലിന്റെ ഗ്യാപ്പ് ആണ് വേണ്ടത്. നല്ല ബേസും നല്ല സൗണ്ടും ഉള്ള ആളാണെങ്കിൽ മൈക്ക് കുറച്ചുകൂടി അകലത്തെ പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. എന്നാൽ ഷാർപ്പ് സൗണ്ട് ഉള്ള ആൾ ആണെങ്കിൽ ചുണ്ടിൽ തട്ടാതെ കുറച്ച് അടുപ്പിച്ച് പിടിക്കണം. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയാണ് പിടിക്കേണ്ടത്. ഞാൻ കലോത്സവങ്ങളിലും നബിദിന വേദികളിലും കുട്ടികൾ ഇങ്ങനെയുമെല്ലാം മൈക്ക് പിടിക്കുന്നത് കാണാറുണ്ട്. ചില കുട്ടികൾ മൈക്കിന്റെ ഇതിൽ പൊത്തിപ്പിടിച്ചും പാടാറുണ്ട്. അങ്ങനെയൊന്നും ഇനി ആരും ചെയ്യരുത് ട്ടോ. ഇനി പാട്ടിന്റെ ഇടയിൽ ഉറക്കെ പാടേണ്ടി വരുമ്പോൾ മൈക്ക് പെട്ടെന്ന് കുറച്ചുകൂടി പിന്നിലേക്ക് മാറ്റി പിടിക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഒന്നും നോക്കാതെ മൈക്ക് താഴേക്ക് താഴ്ത്തിയോ അല്ലെങ്കിൽ ആവശ്യമില്ലാതെ ദൂരെ മാറ്റി പിടിച്ചോ മെല്ലെ പാടിയാൽ മൈക്ക് നിങ്ങളുടെ ശബ്ദം കൃത്യമായി ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. പാട്ടിലൊട്ടും വോളിയമോ വ്യക്തതയോ ഉണ്ടാവില്ല. സൗണ്ട് ഓപ്പറേറ്റർ മിക്സറിൽ ഗെയിൻ കൂട്ടുമ്പോൾ വിസിലിംഗ് വരാൻ സാധ്യത കൂടുകയും ചെയ്യും. രണ്ടാൾ പാടുമ്പോൾ ഒരാൾ പാടുന്ന സമയത്ത് മറ്റേയാൾ മൈക്ക് വശങ്ങളിലേക്ക് മാറ്റിയോ നെഞ്ചോട് ചേർത്തോ പിടിക്കണം. മോണിറ്ററിലേക്ക് പിടിക്കരുത്, വിസിലിംഗ് വരും. ഇതുപോലെ നമ്മുടെ ചെവി വരെ അടിച്ചു പോകുന്ന രീതിയിൽ വിസിലിംഗ് വരും. ഇരുന്ന് പാടുന്ന പരിപാടികളിൽ മെയിൻ സിംഗർ പാടുന്ന സമയത്ത് കോറസ് ടീം മൈക്ക് ഓഫ് ചെയ്യാതെ ഒരിക്കലും നിലത്ത് വെക്കരുത്. മൈക്ക് ഓൺ ആയി വെക്കുകയാണെങ്കിൽ വിസിലടി വരും. ഇതുപോലെ. കുട്ടികൾ മൈക്ക് താഴ്ത്തിയും മെല്ലെയും ലോങ് പിടിച്ചും ഒക്കെ പാടുമ്പോൾ ബാക്കിലേക്ക് ഒന്നും തീരെ സൗണ്ട് കേൾക്കില്ല. ഉടനെ ടീച്ചർമാരും ഉസ്താദുമാരും വന്ന് എന്താ സൗണ്ട് ഇല്ലാത്തത്, ലോക്കൽ സൗണ്ട് സിസ്റ്റം ആണോ എന്ന് ചോദിച്ച് സൗണ്ടുകാരെ കുറ്റം പറയാറുണ്ട്. സത്യത്തിൽ അത് സൗണ്ട് സിസ്റ്റത്തിന്റെ പ്രശ്നമല്ല, കുട്ടികൾ മൈക്ക് ശരിയായി പിടിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് അധ്യാപകരും മാതാപിതാക്കളും കുട്ടികളെ പാട്ട് പഠിപ്പിക്കുമ്പോൾ ഒരു ഡമ്മി മൈക്ക് കയ്യിൽ കൊടുത്ത് മൈക്ക് എങ്ങനെ പിടിക്കണം, എത്ര ദൂരത്തിൽ വെക്കണം എന്നും കൂടി പരിശീലിപ്പിക്കുക. ഈ വിവരങ്ങൾ ഉപകാരപ്പെട്ടെങ്കിൽ ടീച്ചർമാർക്കും ഉസ്താദുമാർക്കും ഷെയർ ചെയ്തു കൊടുക്കുക. ഉപകാരപ്രദമായ ടിപ്പുമായി വീണ്ടും കാണാം. ബൈ.